ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ സച്ചിയുടെയും രേവതിയുടെയും കഥയിൽ വരാനിരിക്കുന്ന ഒരു വമ്പൻ ട്വിസ്റ്റാണ്. നമ്മുടെ രേവതി പെട്ടിയും കിടക്കയൊക്കെ എടുത്തിട്ട് ആ വീട് വിട്ട് ഇറങ്ങി പോവാണ്. മാത്രമല്ല പാകൊക്കെ തൂക്കി പുള്ളിക്കാരി അങ്ങോട്ട് പോവാണ്. മാത്രമല്ല ഏറ്റവും കൂടുതൽ ആ വീട്ടില് രേവതി കുറ്റപ്പെടുത്തിയിട്ട് പോകുന്നത് രവീന്ദ്രനെയാണ്. നമ്മളൊക്കെ ചിന്തിക്കുമോ രേവതി ഇങ്ങനെ രവീന്ദ്രനെ പറയുമെന്ന്? നിങ്ങൾ എന്നെ വിറ്റില്ലേ എന്ന് രേവതിയോട് ചോദിക്കുക. സ്വന്തം മകന് 50 ലക്ഷം ഓഫർ ചെയ്ത് നിങ്ങൾ എന്നെ വിറ്റതല്ലേ എന്ന് രവീന്ദ്രനോട് ഇവള് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കഥ എത്തുകയാണ്. നിങ്ങൾ കണ്ടവിട്ട് പോയില്ല, അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതെ, അങ്ങനെ സംഭവിക്കുന്നുണ്ട്. കാരണം നമ്മുടെ സച്ചി ചെയ്തു, അതായത് സച്ചി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എന്നെ ഇവളുടെ തലയിൽ കെട്ടിവെച്ചു, അല്ലെങ്കിൽ എന്നെ ഇവളുടെ തലയിൽ കെട്ടിവെച്ചല്ല, ഇവളെ എൻ്റെ തലയിൽ കെട്ടിവെച്ചു, ഇവളുടെ അടുത്ത് ഞാൻ പെട്ടുപോയി, ഇങ്ങനെ ഒരു കുഴി ഞാൻ വന്ന് ചാടി എന്നൊക്കെ പല വട്ടം സച്ചി ഇങ്ങനെ പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് സഹിച്ചില്ല കേട്ടോ. രേവതി സച്ചിയോട് ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച്, പ്രത്യേകിച്ച് സുധിയുടെയും അതുപോലെ ഈ ചന്ദ്രമതിയുടെ മുന്നിൽ വെച്ച് ഇത്രയും പറയുമ്പോഴേക്കും എത്രത്തോളം താഴെ ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയെന്ന് നമ്മുടെ രേവതിക്ക് തോന്നിപ്പോകുന്ന നിമിഷങ്ങളാണ്. മുറിച്ചെന്ന് നടന്നിട്ട് നമ്മുടെ ഇവളും അങ്ങോട്ട് രേവതി നല്ലതങ്ങ് പറഞ്ഞു. ഈ സച്ചി നിങ്ങൾ ഇത്രയും കാര്യം പറഞ്ഞ് സച്ചി നിങ്ങൾ വന്നപ്പോഴേക്കും നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞതിന് അർത്ഥം എന്താ? നിങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നുന്നു എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, എനിക്കും നിങ്ങളെ ഇഷ്ടമായിരുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ അച്ഛന് വേണ്ടിയിട്ട്, ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുമാണ് വിവാഹത്തിന് സമ്മതിച്ചത് എന്ന് കരുതി പെട്ടുപോയി എന്ന് പറയാൻ കൊള്ളാവോ? ആ പെട്ടുപോയത് പിന്നെ പെട്ടുപോയി എന്നല്ലാതെ പിന്നെ എന്നാ ഒന്ന് പറയാൻ പറ്റും എന്ന് ചോദിച്ചു. അവന് രേവതിയുടെ ആ ഫീലിങ്സ് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണേലും ആ സംഭവിക്കാനുള്ളത് സംഭവിച്ചു എന്നോർത്ത് എല്ലാം പോട്ടെ എന്നോർത്ത് മറന്ന് ജീവിക്കാൻ തുടങ്ങും. അപ്പോൾ നിനക്ക് അങ്ങനെ മറക്കാൻ പറ്റിയിരിക്കും, എൻ്റെ നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം പോയ ജീവിതം എനിക്ക് മറക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ സച്ചി. അപ്പം രേവതിയും ശരിക്കും തിരിച്ച് ഒച്ച എടുത്തു കഴിഞ്ഞപ്പോഴേക്കും നീ ഒച്ച എടുക്കുന്നു, എൻ്റെ മുറിയിൽ നീ ഒച്ച എടുക്കുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഒച്ച എടുക്കും, അതായത് എനിക്കിവിടെ ഒച്ച എടുക്കാൻ അവകാശമില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനും അവകാശമില്ല, നിങ്ങളുടെ തലയിൽ എന്നെ കെട്ടിവെച്ചു എന്ന് പറയാൻ അവകാശമില്ല എന്ന് തന്നെ ഇവള് തറപ്പിച്ച് പറയുകയാണ്. എന്നിട്ട് അവസാനം നിനക്ക് പറ്റില്ല നീ പോടി എന്ന് പറയാതെ ഞാൻ പോകാമെന്നും പറഞ്ഞിട്ട് എനിക്കിനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് ഈ ഒച്ചപ്പാടും ബഹളമൊക്കെ പുറത്ത് രവീന്ദ്രൻ ഇങ്ങനെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. രവീന്ദ്രൻ മാത്രമല്ല ചന്ദ്രമതിയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പുറത്തിറങ്ങി വന്നതും രവീന്ദ്രൻ അവളെ തടയാണ്, എന്താ മോളെ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവളിങ്ങനെ പറയാണ് തെറ്റ് ചെയ്തത് ഇയാളല്ല തെറ്റ് ചെയ്തത്, നിങ്ങളാണ്, അച്ഛനാണ് തെറ്റ് ചെയ്തത്, അച്ഛൻ ചെയ്തൊരു തെറ്റിന്റെ പുറത്താണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയി തീർന്നത്, അച്ഛൻ എന്നെ വിൽക്കാൻ പോലും കൂട്ടാക്കിയില്ലേ എന്ന രീതിയിലാണ് ഇവള് പറയുകയും ചെയ്ത്. എന്നിട്ട് അവൾ ഇറങ്ങി പോവാട്ടോ. പക്ഷെ ഇറങ്ങി അവിടെ എത്തുന്നതിന് മുമ്പ് തിരിച്ചു വരും, അത് മറ്റൊരു വീഡിയോയിലൂടെ പറയാട്ടോ. അങ്ങനെ വമ്പൻ ട്വിസ്റ്റുകൾ ഇതിന് നടക്കാൻ പോകുന്ന കുറേയധികം ട്വിസ്റ്റുകളൊക്കെ നമ്മുടെ ചാനലിലൂടെ ഇങ്ങനെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ട്വിസ്റ്റുകളൊക്കെ കിട്ടുന്നതായിരിക്കും. സീ യു അഗെയിൻ, താങ്ക് യു.